കോട്ടക്കൽ നിയോജക മണ്ഡലത്തിലെ സുപ്രധാനമായ 2 വികസന പദ്ധതികൾക്കായി 10 കോടി രൂപ കൂടി അനുവദിച്ചു. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നടത്തിയ ബജറ്റ് മറുപടി പ്രസംഗത്തിലാണ് പുത്തൂർ ചെനക്കൽ ബൈപ്പാസിന് 5 കോടി രൂപയും വളാഞ്ചേരി ഫയർ സ്റ്റേഷന് 5 കോടി രൂപയും അനുവദിച്ചത്. വളാഞ്ചേരി ഫയർ സ്റ്റേഷൻ 5 കോടി, പുത്തൂർ ചെന്നക്കൽ ബൈപ്പാസ് 3ാം ഘട്ട നിർമ്മാണത്തിന് സ്ഥലമേറ്റെടുക്കാൻ നടപടി സ്വീകരിക്കും. 5 കോടി രൂപ വകയിരുത്തുന്നു. കഴിഞ്ഞ ബജറ്റിലടക്കം ടോക്കൺ തുക അനുവദിച്ച ഈ 2 പദ്ധതികൾ അടിയന്തരമായി പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ ഫണ്ട് അനുവദിക്കണമെന്ന് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം.എൽ.എ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നടത്തിയ ബജറ്റ് പ്രസംഗത്തിൽ ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു. പുത്തൂർ ചെനക്കൽ ബൈപ്പാസ് ഭൂമി ഏറ്റെടുക്കലിനും നിർമ്മാണത്തിനുമായി ആവശ്യമായ തുകയും 2021 ബജറ്റിൽ 20% തുക വകയിരുത്തുകയും വട്ടപ്പാറയിൽ സ്ഥലം ലഭ്യമാക്കുകയും ചെയ്ത വളാഞ്ചേരി ഫയർ സ്റ്റേഷന് അനുമതിയും കെട്ടിട നിർമ്മാണത്തിന് ഭരണാനുമതിയും ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് എം.എൽ.എ കത്ത് നൽകുകയും ചെയ്തിരുന്നു. എം.എൽ.എയുടെ ഇടപെടലിനെ തുടർന്ന് വട്ടപ്പാറയിൽ അഗ്നിരക്ഷാവകുപ്പിന് ഭൂമി നേരത്തെ ലഭ്യമാക്കിയിരുന്നു. പോലീസ് തൊണ്ടി വാഹനങ്ങൾ ഈ സ്ഥലത്ത് നിന്ന് മാറ്റുകയും സർവേ നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ 5 കോടി രൂപ കൂടി അനുവദിച്ചതോടെ വളാഞ്ചേരിയിൽ ഫയർ സ്റ്റേഷൻ എന്ന ദീർഘകാലത്തെ ആവശ്യം കൂടി യാഥാർത്ഥ്യമാവുകയാണ്. ഇതോടെ ബജറ്റിലും ബജറ്റിന്റെ മറുപടി പ്രസംഗത്തിലുമായി 12 പദ്ധതികൾക്കായി 32 കോടി രൂപ അനുവദിച്ചു. നമുക്കൊരുമിച്ച് കൂടാനുമുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഇടക്കാല ബഡ്ജറ്റ് കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയായ വി.ഡി. സതീശൻ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏകദേശം 22 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് അനുമതി കിട്ടി. അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനിരിക്കുകയാണ്. പക്ഷെ അതിൽ നമ്മൾ പ്രയാസപ്പെടുത്തിയിരുന്ന 2 കാര്യം, ഒന്ന് കോട്ടക്കൽ പുത്തൂർ ചെനക്കൽ ബൈപ്പാസ്, അതുപോലെ തന്നെ വളാഞ്ചേരി ഫയർ സ്റ്റേഷൻ നിരന്തരമായി നിരവധി കാലമായി നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ്, നടക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അത് നടക്കാത്തതിലുള്ള പ്രയാസമുണ്ടായിരുന്നു. ബഡ്ജറ്റ് പ്രസംഗത്തിൽ പ്രസംഗിക്കാനുള്ള അവസരം ലഭിച്ചപ്പോൾ കൃത്യമായും അത് മുഖ്യമന്ത്രിയുടെ മുമ്പാകെ പ്രസംഗത്തിലൂടെ തന്നെ അവതരിപ്പിക്കുകയും അത് എഴുത്തിലൂടെ ബന്ധപ്പെടുകയും ചെയ്തുകൊണ്ട് അതിനാവശ്യമായ മുഴുവൻ പിന്നണി പ്രവർത്തനങ്ങൾ നടത്തി മുഖ്യമന്ത്രി അത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് മുഖ്യമന്ത്രി മറുപടി പറയുമ്പോൾ വളാഞ്ചേരി ഫയർ സ്റ്റേഷന് 5 കോടി രൂപയും കോട്ടക്കൽ പുത്തൂർ ചെനക്കൽ ബൈപ്പാസിന് 5 കോടി രൂപ അനുവദിക്കുകയും അതിൻ്റെ പുറമെ വാക്കുകൾ കൊണ്ട് അത് പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും എന്നും വളരെ കൃത്യമായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതാണ് വളരെ സന്തോഷകരമായ ഒരു കാര്യമെന്ന് പറയുന്നത്. പ്രസ്തുത പദ്ധതികൾക്ക് ഭരണാനുമതിയും സാങ്കേതികാനുമതിയും ലഭ്യമാക്കുന്നതിനുള്ള തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം.എൽ.എ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, വളാഞ്ചേരി ഓൺലൈൻ.